ജോസ് കെ മാണി എം പിന്നോടൊപ്പം ടെലിഫോൺ ലൈൻ വിളിച്ചു. ജോസ് കെ മാണി, ഇതിപ്പോ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു പുതിയ വാർത്തയല്ല, പക്ഷെ ആളുകൾ അനുഭവിക്കുന്ന ഒരു വലിയ ജീവൽ ഭയമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്തുമാത്രം ശരിയാവണ്ണം നിർവഹിക്കപ്പെടുന്നുണ്ട്? സംസ്ഥാന സർക്കാരിനെതിരെയാണ് ജനങ്ങളുടെ രോഷം മുഴുവൻ. അതെ, ഇതൊരു ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ്. നിരന്തരമായി നമുക്കറിയാം, ഒരു സംഭവം നടക്കുമ്പോൾ കുറച്ച് ചർച്ചകൾ നടന്നു, അതിനുശേഷം നമ്മൾ മറന്നു പോകുന്നു. പക്ഷെ ജനങ്ങളാണ് ഇവിടെയെല്ലാം ബുദ്ധിമുട്ടുന്നത്, താങ്കൾ പറഞ്ഞ പോലെ. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രധാനമായും ഈ കേന്ദ്രത്തിന്റെ ഒരു നിയമത്തിന്റെ മറയിലാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. വ്യക്തമായി പറഞ്ഞാല് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ്. ജനങ്ങളെ മുഴുവൻ ശത്രുവായി കണ്ടുകൊണ്ട് മൃഗങ്ങളെ മുഴുവൻ സ്നേഹിക്കണം എന്നുള്ളതാണ്. മൃഗങ്ങളെ സ്നേഹിക്കുകയും അവരെ വളർത്തുകയും ഒക്കെ വനത്തിനകത്ത് കിടന്നോട്ടെ. പക്ഷെ വനത്തിന്റെ പുറത്തേക്ക് അത് വന്നു കഴിയുമ്പോൾ അതിനുള്ള സംരക്ഷണം കൊടുക്കേണ്ട ജനങ്ങൾക്കാണ്. ഇത് സെൽഫ് പ്രൊട്ടക്ഷന് പോലും ഈ വന്യമൃഗത്തിനെ കൊലപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നമുക്കെതിരെ കേസെടുക്കുകയാണ്. ഇതൊക്കെ കൃത്യമായി ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി, ഞാൻ ഉൾപ്പെടെയുള്ള മന്ത്രിയെ കണ്ട് 1 മണിക്കൂറോളം കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയോട് സംസാരിച്ചു. പക്ഷെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, അവർക്കൊരു ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നു കൊടുക്കണം. കാരണം അവരെയും കൂടെ ഇതിൽ പ്രതിയാക്കി ചേർക്കേണ്ടതുണ്ട്. കാരണം കോന്നിയിലുണ്ടായ ഒരു സംഭവത്തിൽ ആന ചെരിഞ്ഞു, അത് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, അവർ ജീവനും സ്വത്തിനും വേണ്ടിയിട്ടാണ്. പക്ഷെ അവർക്കെതിരെ കേസെടുക്കുന്നു, അവർക്കെതിരെ അവരെ കുറ്റക്കാരനാണെന്ന് ഉടനെ തന്നെ ശിക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വന്യമൃഗം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഈ പറയുന്ന വനം വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് അവർക്കെതിരെ നടപടി വേണ്ടേ? അതൊരു ചർച്ചയിലേക്ക് വേണ്ടേ? അപ്പൊ തീർച്ചയായും ഇവിടെ വലിയൊരു, എനിക്ക് തോന്നുന്നു ഇത് ആഴ്ചകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കടുവ അതിലെ സഞ്ചരിക്കുന്നുണ്ടെന്നുള്ള ഒരു വിവരം കൊടുത്തിട്ടും അതിന് ഒരു ആക്ഷൻ എടുക്കാതെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായും വനംവകുപ്പിനാണ്. ഇത് വളരെ തന്നെ ഗൗരവത്തിൽ കാണുന്നതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വനംവകുപ്പിന്റെ കാര്യം പറയുമ്പോൾ ഒറ്റ കാര്യം കൂടി എം പി, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഒരു ആശാവഹമായ സമീപനം സ്വീകരിക്കുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളോടും അവർ നേരിടുന്ന ഇഷ്യൂവിനോടും അതിൻ്റെ ഒരു ഗൗരവം കാണിക്കുന്നില്ല എന്ന വിമർശനം പലപ്പോഴും ഉയർന്നു വരുന്നുണ്ടല്ലോ. ആ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ആളുകളുമായി ചേർന്ന് നിൽക്കുന്ന അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമീപനം പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കളും? ഇത് എന്നാന്നറിയാമോ, നമുക്ക് ഈ പറഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയും ഞങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും കോടതിയിൽ പോകും എന്നുള്ളത്. അതൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനോട് ഇച്ചിരി കൂടി ഒരു പരിഗണന കൊടുക്കണ്ടേ? ആരുടെ ജീവനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? വന്യമൃഗത്തിനാണോ ഇതോ മനുഷ്യനാണോ? ഈ മനുഷ്യൻ പോയി ഈ പറയുന്ന കാട്ടിൽ പോയി വന്യമൃഗത്തിനെ ആക്രമിക്കുകയൊക്കെ ചെയ്തെങ്കിൽ കേസെടുത്തോട്ടെ. ഇവർക്ക് കേസെടുക്കാൻ ഒരു അധികാരമില്ല. പോലീസിനാണ് കേസെടുക്കേണ്ടത്. അവർ പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ട് വേണം ചെയ്യാൻ. ഇത് ഈ അധികാരമുണ്ട് എന്നുള്ള പ്രൊട്ടസ്റ്റില് അതില് അവര് പുറത്തങ്ങോട്ടങ്ങ് ആക്ട് ചെയ്യുക. ഇത് തീർച്ചയായിട്ടും അതിനൊരു നടപടി വേണ്ടേ പറ്റൂ. ശരി, താങ്ക് യു ശ്രീ ജോസ് കെ മാണി പ്രതികരിച്ചതിന്. വനംവകുപ്പിന്റെ അമിതാധികാര പ്രയോഗം കാണുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. പലപ്പോഴും പലയിടത്തും കടന്ന പ്രവർത്തനം വനംവകുപ്പ് നടത്തുന്നു എന്ന് അദ്ദേഹം വിമർശിക്കുകയാണ്.